ഞങ്ങള് ഇന്ന് കൊറോണ ടെസ്റ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ സന്തോഷം അവിടെ എത്തിയാണ്ടാവുക. നമ്മൾ ഇന്ന് കൊറോണ ടെസ്റ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 11 മണിക്ക് വരാൻ പറഞ്ഞു. നമ്മൾ പോവാണ്. പോകുമ്പോൾ അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്കൂളിലാണ് കേട്ടോ ടെസ്റ്റ്. ആകെ കാണിച്ചു തരാം. മാച്ചു എങ്ങോട്ടാ പോണേ? വേറെ ഹോമിക്ക്. മാച്ചുവിന് ഇങ്ങനെ ഹോമ് മാറുമ്പോ ഭയങ്കര സന്തോഷം. ദുബായിക്ക് ഉണ്ടോ നമുക്ക്? അനുത്താന്റെ അടുത്തേക്ക് പോണ്ടേ? ദുബായിക്ക് എയറോപ്ലെയിനില് ഓളിന്റെ ദുബായിക്ക് തിരിച്ചു പോരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മള് കൊറോണ ടെസ്റ്റ് എടുക്കാൻ വാടിയുള്ളേക്കല്ലേ അമ്മ കൊറോണ ടെസ്റ്റ് എടുക്കുമ്പോ. പണ്ട് സ്കൂളിൽ പോയിക്കാൻ വേണ്ടി നടന്നു പോയിരുന്ന സ്ഥലങ്ങളൊക്കെ താഴെക്കൂട. ആമി ഉമ്മി പഠിച്ച സ്കൂളാണ്. ഇവിടെ എടുക്കണ്ട് ആ താഴത്തോ മാച്ചു. ഇത് ഉമ്മിന്റെ സ്കൂളാണ്. ഉമ്മിന്റെ സ്കൂളാ മാച്ചു. ആമി ഉമ്മിന്റെ സ്കൂളിൽ വന്നല്ലേ. ആ ഓറഞ്ച് ചേച്ചി ഇരിക്കുന്നില്ലേ, അതായിരുന്നു ഉമ്മിന്റെ ക്ലാസ്. നോക്കിയേ അമ്മി വാ. ഉമ്മിന്റെ സ്കൂൾ കാണിച്ചു തരാം. വാ. 7ാം ക്ലാസ് പഠിച്ചിരുന്നത്, അവിടെ 4ാം ക്ലാസ് പഠിച്ചത്. ഞങ്ങളുടെ കമ്പ്യൂട്ടർ ലാബ് ഇപ്പോഴും തന്നെയാണല്ലോ, മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇതിലെ താഴെ പോയാൽ പുഴയാണ്. വെള്ളമൊക്കെ പൂരി മഴക്കാലമൊക്കെ ആയാൽ ഇവിടെ വരെ വരും വെള്ളം മുകളിൽ നിന്ന്. അത് അടിപൊളി റൈസ്. നമ്മൾ കുളിക്കാനൊക്കെ പോവാറുണ്ടായിരുന്നു ഇവിടെ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ്. അത് പോട്ടല്ല, അത് തോണിയാണ്. തോണി അത് കാണുമ്പോ വല്ലാത്ത ഫീലാണ്. നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഇതായിരുന്നു നമ്മുടെ ലോകമൊക്കെ. പുഴയും അധികം പോകണ്ട കേട്ടോ ആമി. മതി, അവിടെ പാതില്ല. അത്ര മതി. അവിടെ പൊട്ടിപ്പോയതാ. വേണ്ട മനു. വേണ്ട പക്കത്ത് പോണ്ട. ആ മാച്ചു തീരെ ശ്രദ്ധിക്കൂല, അവർക്ക് പേടില്ല. ആമി ഉമ്മയൊക്കെ കുളിക്കാൻ വന്നിരുന്ന സ്ഥലം അത്. ഇപ്പൊ അവിടെയൊക്കെ കാട് മൂടി. എനിക്ക് പേടിയാവണ്ട് മനു. മതി പോണ്ട. എന്തൊരു അടിപൊളി പ്ലേസ്. ബാബ അവിടെ വിളിച്ചാലും അറിയൂല. നമ്മളെ വീട് കാണുന്നുണ്ട് അവിടെ. നമ്മളെ വീട് കാണോ? എനിക്ക് പേടിയാവത്. മതി പോവാ. കുറെ പേര് കുളിക്കാൻ വരുന്നുണ്ടല്ലോ അങ്ങോട്ട്. അയ്യോ ഞങ്ങളുടെ പുഴയുടെ ചാലിയാറിന്റെ ഭംഗി കണ്ടില്ലേ? ചാലിയാർ റിവർ. ഇവരൊക്കെ കാണാൻ വന്നതല്ലേ. വേണ്ട അത് പൊട്ടിയതാണ്. അതെന്താ മച്ചു? ബേബി ബേഡോ? ഈ സ്ലൈഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ സ്ലൈഡൊക്കെ പുരോഗമിച്ചതാണ്. അവിടെ കേറല്ലേ, ചെളി ഉണ്ടാവും. എന്താ മാച്ചു ഭയങ്കര കരച്ചില് കഴിഞ്ഞിട്ട്. മാച്ചു എന്താ പറ്റിയേ? എന്ത് മാച്ചുന് വേദനിച്ചാ? മാച്ചു ബേബി എന്താ പറ്റിയേ? സെവനപ്പാവ്. ഉമ്മിനെ വേണ്ട.
നമ്മള് കൊറോണ ടെസ്റ്റ് ചെയ്തു കേട്ടോ. ആദ്യം ഒരു ടെസ്റ്റ് ചെയ്തു, അതിൽ ഇന്ത്യക്കാണ്ടി മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ആന്റിജൻ ടെസ്റ്റ്. അതിൽ നെഗറ്റീവ് ആയി. അത് കഴിഞ്ഞാൽ രണ്ടാമതൊരു നെഗറ്റീവ് ആണെങ്കിൽ രണ്ടാമത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യും. ആ സമയത്താണ് കുട്ടികളുടെ ടെസ്റ്റ് ചെയ്തത്. മാച്ചു ഭയങ്കര കരച്ചില്ല ഇപ്പോഴും. മാച്ചു എന്ത് ചെയ്തത്? എന്ത് ചെയ്തു കുട്ടീനെ? മൂക്കിലോ? ആഹാ. അപ്പൊ നമ്മളെ കൊറോണ ടെസ്റ്റ് ഇനിയിപ്പോ എന്നാ 4 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അറിയാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബൈ ആമി. നമ്മളുടെ കൊറോണ ടെസ്റ്റ് കഴിഞ്ഞു. ബൈ.